മുൻ പ്രസിഡന്റാണ്, ലോക പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. 1832 അദ്ദേഹത്തിൻ്റെ ജോലി അയാൾക്ക് നഷ്ടപ്പെട്ടു. വലിയ ബിസിനസ്മാനായിരുന്നു. 1833 അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരാജയപ്പെട്ടു. 1835 അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. 1838 തെരഞ്ഞെടുപ്പിൽ നിന്ന് പരാജയപ്പെട്ടു. 4 പ്രാവശ്യം പരാജയപ്പെട്ടു. 4 പ്രാവശ്യം. 38 കഴിഞ്ഞ് പിന്നെ 42, പിന്നെ 54, പിന്നെ 56. 1856 പരാജയപ്പെട്ടു. 1860 അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത്. 28 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആ പരാജയത്തെ വകവയ്ക്കാതെ ഇനിയും ഞാൻ മുന്നോട്ടാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വിജയം പ്രതീക്ഷയോടെ കാത്തുനിന്നു എന്നുള്ളതാണ്. ഇനി ജയിക്കത്തില്ലടേ, ഇനിയും നിന്നിട്ട് കാര്യമില്ല, ഇനി നമ്മൾ പരാജയപ്പെട്ടു, ഇങ്ങനെ നിരാശപ്പെടാൻ പാടില്ല. തോറ്റുപോയി, ഇനിയിപ്പം പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, 2-3 പ്രാവശ്യമായി. ഇനിയത് സച്ചിൻ ടെണ്ടുൽക്കർ 10ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം പരാജയപ്പെട്ടു. 10ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം തോറ്റുപോയി. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ അത്രയും അറിയപ്പെടുന്നുണ്ടോ നമ്മളാരെങ്കിലും? എന്നാൽ ഫസ്റ്റ് വാങ്ങിയവർ, A+ വാങ്ങിയവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും നിങ്ങളെക്കുറിച്ച് വല്ല പരിചയമുണ്ടോ? ആർക്കെങ്കിലും പരിചയമുണ്ടോ? സച്ചിൻ ടെണ്ടുൽക്കർ തോറ്റു, 3 പ്രാവശ്യം തോറ്റു. 3 പ്രാവശ്യം തോറ്റു. ഇപ്പം ആരായി? ലോക ചരിത്രത്തിൽ ഇന്ത്യയുടെ അറിയപ്പെട്ട ക്രിക്കറ്റ് പ്ലെയറായി മാറിയെങ്കിൽ അദ്ദേഹം തോറ്റ കസേരയിൽ ബെഞ്ചിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചില്ല, മുന്നോട്ടിറങ്ങി, പരിശ്രമിക്കാൻ ഇറങ്ങി. APJ കലാമിനെ കുറിച്ചൊക്കെ നമുക്കറിയാം, ചരിത്രമൊന്നും പറയല്ല, ഉദാഹരണം പറയുകയാണ്. അദ്ദേഹം പഠിക്കാൻ വളരെ പിന്നോക്കക്കാരനായിരുന്നു. പല പ്രാവശ്യം സാറന്മാരൊക്കെ ഇറക്കി വിട്ടു. ഇല്ല, ഞാൻ തോറ്റു കൊടുക്കൂല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ലോകം അറിയപ്പെട്ട ശാസ്ത്രജ്ഞനായി മാറിയില്ലേ? തോമസ് ആൽവ എഡിസൺ, അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞനാണ്, ഭയങ്കര ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം സ്കൂളിൽ പോകുമ്പോൾ അധ്യാപകന്മാർ പഠിക്കാത്തതിൻ്റെ പേരിൽ, മണ്ടനായതിൻ്റെ പേരിൽ ചെവിക്ക് പിടിച്ച് പുറത്താക്കുമായിരുന്നു സ്കൂളിൽ നിന്ന്. നമ്മളെയൊക്കെ ഇവിടെയൊക്കെ വെളിയിൽ ഇറക്കി നിർത്തുന്നത് പോലെ, എംപോസിഷൻ എഴുതുന്ന പോലെ, ഏത്ത പിടിക്കുന്നത് പോലെ അന്നത്തെ അധ്യാപകന്മാർ അവരെ പുറത്താക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം വിട്ടുകൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ ആ കുട്ടിയെ പ്രചോദനം കൊടുത്ത് മോനെ, നീ തോറ്റുപോകരുത്, തോൽവി എന്നുള്ളത് വിജയത്തിൻ്റെ അടയാളമാണ്, അതുകൊണ്ട് നീ പരാജയപ്പെട്ടു എന്നോർത്ത് നീ ദുഃഖിക്കരുത്, ഞാൻ നിൻ്റെ അമ്മയാണ്, ഞാൻ നിന്നെ സഹായിക്കാം, നിനക്ക് പഠനത്തിൽ എല്ലാ നിലയ്ക്കുമുള്ള സഹായങ്ങളും സൗകര്യങ്ങളും താങ്ങും തണലും ഞാൻ നൽകാം. ആ അമ്മയുടെ പ്രചോദനത്തിൻ്റെ പേരിൽ ലോകമറിയപ്പെട്ട ശാസ്ത്രജ്ഞനായി മാറി. സ്കൂളിൽ പഠിക്കാത്ത ആള്. അപ്പം ഇന്നൊക്കെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. വലിയ പഠിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരുന്ന ലോകത്തെ ഏറ്റവും വലിയ പ്രശസ്തരായ ചരിത്രങ്ങളെല്ലാം ഉണ്ട് സംഭവം. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? നമുക്ക് ഒരു പരാജയം ജീവിതത്തിൽ സംഭവിച്ചാൽ, ഇതിപ്പോൾ തിരഞ്ഞെടുപ്പാകാം, അല്ലെങ്കിൽ രോഗങ്ങളാകാം, സാമ്പത്തിക നഷ്ടങ്ങളാകാം, മാനസിക നഷ്ടങ്ങളാകാം, എന്തു പ്രശ്നമായാലും ഒരു പരാജയം നമുക്ക് നേരിട്ടു എന്നതിൻ്റെ പേരിൽ നമ്മൾ തളർന്നു പോകാൻ പാടില്ല. അത് വിജയത്തിൻ്റെ മറ്റൊരു അടയാളമായിട്ട് വേണം നമ്മൾ കാണാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ പരാജയപ്പെട്ടു, ഇനി വലിയ കാര്യങ്ങളൊന്നുമില്ല, ഇത് വലിയ നിരാശയായി പോയി, വേണ്ടായിരുന്നു എന്നല്ല നമ്മൾ ധരിക്കേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം ഇതിനൊക്കെ നല്ല ഊന്നൽ നൽകുന്നുണ്ട്. നമ്മളങ്ങനെ പുറകോട്ട് പോകണ്ട, മുന്നോട്ട് നിൽക്ക്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പല മേഖലകൾ നമ്മൾ പരിശോധിച്ചാൽ ഇതിനെല്ലാം നമുക്ക് ഉദാഹരണങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇസ്ലാമിക ചരിത്രത്തിലും വിജയങ്ങളും പരാജയങ്ങളും നേരിട്ട ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായി നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി പരാജയപ്പെട്ടു, നമ്മൾ അതിൻ്റെ പേരിൽ കൂടുതൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. നമ്മുടെ എതിരാളി വിജയിച്ചു, അതിൻ്റെ പേരിൽ അവരോട് നമ്മൾ വിരോധം വെച്ച് പുലർത്താൻ പാടില്ല. അവരെ വെറുപ്പിൻ്റെ കണ്ണോടുകൂടി കാണാനും പാടില്ല. അവരെ നമ്മൾ സഹായിക്കണം, സഹകരിക്കണം.
അതാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച് മനസ്സിലാക്കി നമുക്ക് തരുന്നത്. ഇസ്ലാമിൻ്റെ ചരിത്ര പാഠങ്ങളൊക്കെ അങ്ങനെയാണ്. ഇനി വിജയം വരിച്ചു ഒരാൾ, നമ്മുടെ പാർട്ടി ജയിച്ചു, ആ വിജയത്തിൻ്റെ പേരിൽ അമിതമായ ആഹ്ലാദം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അമിത ആഹ്ലാദം പാടില്ല എന്നുള്ളതാണ്. ആഹ്ലാദിക്കാം, പക്ഷെ അമിതമായ ആഹ്ലാദം കൊണ്ട് അവർ നാശത്തിലേക്ക് എത്താൻ അത് കാരണമാകും. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ മുൻകാലഘട്ടങ്ങളിലെ ചില നേതാക്കന്മാരുടെ ഭരണാധികാരികളുടെ ചരിത്രങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട്. ഖാറൂൻ വലിയ ഭരണാധികാരിയായിരുന്നു, സമ്പന്നനായിരുന്നു. ആ ഖാറൂനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ്. നീ നിന്റെ സമ്പത്തും പ്രതാപവും അധികാരവും കൊണ്ട് നീ കൂടുതൽ അഹങ്കരിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. കൂടുതൽ ആസ്വദിക്കുന്നവരെയും ആഹ്ലാദിക്കുന്നവരെയും അഹങ്കരിക്കുന്നവരെയും അല്ലാഹ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ പോടാ, ഞാനിതൊക്കെ എൻ്റെ കഷ്ടപ്പാട് കൊണ്ടും എൻ്റെ ത്യാഗം കൊണ്ടും ഞങ്ങൾ പകലില്ലാതെ ഇറങ്ങിത്തിരിച്ചത് കൊണ്ടാണ് ഈ ഒരു പദവിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൊട്ടാരവും അധികാരവും ചേർത്ത് ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്. അല്ലാഹു തആല മുരടോടുകൂടി അവനെ തകർത്ത് കളഞ്ഞു കൂടുതൽ അഹങ്കരിച്ചപ്പോൾ. ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. ഫിർഔനും അധികാരത്തിന്റെ പേരിൽ അഹങ്കരിച്ചു. വജഅല അഹ്ലഹാ ശിയഅ. പല ഗ്രൂപ്പുകളാക്കി, ഒറ്റക്കെട്ടായിരുന്നവരെ പല ഗ്രൂപ്പുകളാക്കി, കുട്ടികളെ കൊന്നുകളഞ്ഞു, സ്ത്രീകളുടെ മാനം കവർന്നെടുത്തു. ഇതൊക്കെ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഹങ്കരിക്കരുത് നീ കൂടുതൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? അവസാനം സമുദ്രത്തിൽ അവനെ മുക്കി കൊന്നുകളഞ്ഞു പടച്ചവൻ. അവൻ്റെ അഹങ്കാരം അവിടെ നശിച്ചു. അലാഫിൽ അർളെന്നാണ്. അധികാരം കിട്ടിയതിൻ്റെ പേരിൽ എത്ര കൃഷികളൊക്കെ നശിപ്പിച്ച് കളഞ്ഞു, കൃഷിയിടങ്ങളൊക്കെ തകർത്ത് കളഞ്ഞു. അധികാരത്തിൻ്റെ പേരിൽ ഇതൊക്കെ സംഭവിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ അധികാരം നമുക്ക് കിട്ടിയാൽ നമ്മൾ അമിതമായി ആഹ്ലാദിക്കാൻ പാടില്ല. അത് നല്ലതല്ല. അത് അമിതമായി ആഹ്ലാദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പിന്നിൽ നമുക്ക് ഒരുപാട് അപാകതകളും ന്യൂനതകളും ശിക്ഷകളും പരീക്ഷണങ്ങളും നമ്മളെ തേടി വരാൻ അതൊരു കാരണമാകും. അധികാരം കിട്ടി എന്നതോർത്ത് നമ്മൾ സന്തോഷിക്കുമ്പോൾ ഓർക്കണം, ഈ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അബൂദർ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അലാ തസ്തഅ്മിലുനി, അല്ലാഹുവിൻ്റെ റസൂൽ എന്നെ ഒന്ന് വാർഡ് മെമ്പർ ആക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, യാ ബദർ ഇന്നക ലഈഫ് ഇന്നഹ അമാന. നീ ഒരു ബലഹീനനാണ്. ഈ ജനങ്ങളെ മുഴുവനും നയിച്ചു കൊണ്ടുപോകാനുള്ള കഴിവും പ്രാപ്തിയും നിനക്ക് ഇല്ല അബൂദർ. ഈ അധികാരം എന്ന് പറയുന്നതുണ്ടല്ലോ, അതൊരു അമാനത്താണ് അബൂദർ. നിനക്കൊരു പക്ഷേ കുറേ പൈസ കിട്ടിയേക്കാം, അല്ലെങ്കിൽ ഒരു പേരുണ്ടായേക്കാം, പ്രശസ്തി ഉണ്ടായേക്കാം, ഫ്ലെക്സിൽ പേര് വരും, നോട്ടീസിൽ പേര് വരും, സ്റ്റേജിൽ, പന്തലിൽ, പൊതുസ്ഥലങ്ങളിൽ മുൻസഫിലൊക്കെ ഇരിക്കാനുള്ള കസേരയൊക്കെ കിട്ടും. അതൊക്കെ സംഭവം ശരി തന്നെയാണ്. ഇന്നഹാ ഖിസിയുൻ വനദാമത്തുൻ യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ നികൃഷ്ടതയും നീചവുമായിരിക്കും ഇതിൻ്റെ ഭവിഷ്യത്ത്. അതെങ്ങനെയാണ്? മാമിൻ അബ്ദിൻ യസ്തർഈഹില്ലാഹു റഈയ വഹുവ ഗാശുൻ ബിറഈയതിഹി ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയുടെ ഭരണമാകട്ടെ, പഞ്ചായത്തിൻ്റെ ഭരണമാകട്ടെ, വാർഡിൻ്റെ ഭരണമാകട്ടെ, കോർപ്പറേഷൻ്റേതാകട്ടെ, മുനിസിപ്പാലിറ്റിയുടേതാകട്ടെ, നിയമസഭയുടേതാകട്ടെ, എവിടുത്തെ ഭരണമായെങ്കിലും ആ ഭരണത്തിലിരിക്കുന്ന കാലയളവിൽ അള്ളാഹുവിനെ ഭയപ്പെടാതെ അതിനോടുള്ള ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയിട്ട് ഭരണീയരോടുള്ള യാതൊരു നിലയ്ക്കുമുള്ള ദയയും അവരുടെ അവകാശങ്ങളും പൂർണ്ണമാക്കി കൊടുക്കാതെ അവൻ ഭരണം പൂർത്തിയാക്കിയാൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹി അൽ ജന്ന, അവൻ്റെ മേൽ അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കുമെന്ന് നബീന റസൂലുള്ളാഹി. നമ്മൾ വിചാരിക്കും പള്ളിയുടെ എന്നല്ല, വാർഡും പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും എല്ലാം അതിൽ പെടും. കാരണം പ്രവാചകന്മാരും സഹാബാക്കളും വാർഡൊക്കെ ഭരിച്ചവരല്ലേ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭരണാധികാരിയായിരുന്നല്ലോ.
അധികാരം അല്ലാഹുവാണ് കൊടുക്കുന്നത്. ഖുലില്ലാഹ് മാലിക്കുൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അധികാരം കൊടുക്കും, അള്ളാഹു ഉദ്ദേശിച്ചവരിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യും. വല്ലാഹു യുഅ്തി മുൽകഹു മൻ യശാ. അള്ളാഹു ഉദ്ദേശിച്ചവർക്കാണ് അധികാരം അള്ളാഹു തആല സമ്മാനിക്കുന്നത്. ഈ അധികാരം അള്ളാഹ് കൊടുക്കുന്നത് പരീക്ഷണത്തിനാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹ് അധികാരം കൊടുത്തു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതെന്താ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതെന്താ? അള്ളാഹു എനിക്ക് അധികാരം തന്നു, അധികാരത്തിൻ്റെ കസേര തന്നു, MP ആകാൻ, MLA ആകാൻ, മന്ത്രിയാകാൻ, രാജാവാകാൻ എനിക്ക് അള്ളാഹ് തൗഫീഖ് തന്നു. ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്നറിയാൻ അള്ളാഹ് എന്നെ പരീക്ഷിക്കാനാണ് എനിക്കിത് തന്നത് എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആൻ പറഞ്ഞ വാക്കാണത്. എനിക്ക് അധികാരം അല്ലാഹു തആല തന്നത് ഞാൻ നന്ദിയുള്ളവനാണോ അല്ലയോ എന്നറിയാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കം ഫതഹാക്കി അല്ലാഹു തആല നബി തങ്ങളുടെ കൈകളിലേക്ക് ആ പരിശുദ്ധമായ മക്കയെ കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖസ്വ എന്ന ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി ആ പരിശുദ്ധമായ കഅബയുടെ ഭൂമുഖത്തെത്തി തല താഴ്ത്തി കുനിച്ചു. ആ ഒട്ടകത്തിൻ്റെ തലയിലേക്ക് മുട്ടുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വിനയത്തോടെ എളിമയോടെയാണ് ആ പരിശുദ്ധമായ കഅബയുടെ താക്കോല് കരസ്ഥമാക്കാൻ വേണ്ടി പോയത്. അവിടെ പിടിച്ചടക്കി അവിടെ അധികാരത്തിന് വേണ്ടി കയറി ആ മക്കം ഫതഹിൻ്റെ ദിവസത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പോയ ആ ഒരു വിനയം ലോകരാജാക്കന്മാർക്കൊരു പാഠമാണ്. നമ്മൾ അഹങ്കരിക്കലല്ല വേണ്ടത്, അധികാരത്തിൻ്റെ പേരിൽ അഹങ്കരിക്കലല്ല വേണ്ടത്. അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മളെ വന്ന് സമീപിക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർള് ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിഇൽ ഹവാ ഫയുളില്ലക അൻ സബീലില്ലാഹ്. ഒരു മെമ്പറിനെ നമ്മൾ സമീപിക്കുമ്പോൾ, ഒരു MLA നമ്മൾ സമീപിക്കുമ്പോൾ, ഒരു MP നമ്മൾ സമീപിക്കുമ്പോൾ ആരായിരിക്കണം ഈ MP, ആരായിരിക്കണം ഈ MLA, ആരായിരിക്കണം ഈ മെമ്പർ? നമ്മളിൽ ഒരുവനാകണം. അതാ റസൂൽ കാണിച്ചു കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്ത ശൈലി അതാണ്. നമ്മളിൽ ഒരുവനായിട്ട് വേണം അധികാരം കൈയാളാൻ. അല്ലാതെ ഞാൻ വലിയ പ്രസിഡന്റ്, ഞാൻ വലിയ സെക്രട്ടറി, ഞാൻ വലിയ ഖജാൻജി, ഞാൻ വലിയ കൺവീനർ, ഞാൻ വലിയ ചെയർമാൻ, അങ്ങനൊരു അധികാരമല്ല നമുക്ക് വേണ്ടത്. ഒരാളും അധികാരികളെ ഇഷ്ടപ്പെടുകയില്ല. കാരണം ഭരണീയരായ ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാത്ത അധികാരികളെ നോക്കിയിട്ട് ജനങ്ങളുടെ ശാപമാണ്. ദിവസം തോറും ഇവൻ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് നഷ്ടമാണ്, ഇവൻ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ സാധനങ്ങളുടെ വില കൂടുതലാണ്, നമുക്ക് നിത്യജീവിതത്തിന് പോലും, നമുക്ക് നമ്മുടെ മരുന്നിന് പോലും വഴിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ദിനം പ്രതി സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സാധാരണക്കാരനായ ഭരണീയൻ അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് ശാപത്തിൻ്റെ വാക്കുകൊണ്ടാണ്. അത് ചിന്തിക്കണം. അതുകൊണ്ട് ഈ ശാപവാക്കുകളാണ് നേരെ അവർക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നീതിമാനായിരിക്കണം, നീതി പുലർത്തുന്നവരായിരിക്കണം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അധികാരത്തിന്റെ കസേരയിൽ കയറി, മിമ്പറിൽ കയറി നിന്നിട്ട്, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നി ഖദ് ഉല്ലീതു ലി, എന്നെ ഇന്ന് നിങ്ങൾ മെമ്പറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്, അല്ലെങ്കിൽ മെമ്പറാണ്, അല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഫലസ്തു ബിഖൈർ, പക്ഷേ ഞാൻ നല്ലവനല്ല. ഫലസ്തു ബിഖൈർ, ഞാൻ നല്ലവനല്ല, ഞാൻ പറ്റ മോശക്കാരനാണ്, ഞാൻ പറ്റ മോശക്കാരൻ. ആരാ പറയുന്നത്? കൈയിട്ട് വരുന്ന ആളല്ല, ലഞ്ചം കൈക്കൂലി വാങ്ങുന്ന ആളല്ല, പെണ്ണുങ്ങളെ പിടിക്കാൻ പോകുന്ന ആളല്ല, പലിശയ്ക്ക് കൂട്ടി നിൽക്കുന്ന കഞ്ചാവും ചാരായും വിൽക്കാൻ അടിയിൽ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. നീതിമാനായ ഭരണാധികാരി എന്ന നിലയ്ക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ താങ്ങും തണലുമായി ജീവിച്ച് വളർന്നു വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അധികാരത്തിന്റെ സോപാനത്തിൽ കയറിയിരുന്നു കൊണ്ട് ജനങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, ഏ ജനങ്ങളെ, ഞാൻ നിങ്ങളിൽ ഒരുവൻ, പക്ഷേ എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്തു. ഫലസ്തു ബിഖൈർ, ഞാൻ നല്ലവനല്ല, ഞാൻ പറ്റ മോശക്കാരനാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഭാഗത്തു നിന്ന് അപാകതകൾ വന്നാൽ നിങ്ങൾ എന്നെ തിരുത്തിത്തരണം. എൻ്റെ ഭാഗത്ത് നന്മകൾ കണ്ടാൽ നിങ്ങൾ എന്നെ പിന്തുണയ്ക്കണം.
ഞാൻ അള്ളാഹുവിനും റസൂലിനും എതിരായി കണ്ടാൽ എന്നെ നിങ്ങൾ ശിക്ഷിക്കണം. അള്ളാഹ്ക്കും റസൂലിനും എതിരായ പ്രവൃത്തി ഞാൻ ചെയ്താൽ എന്നെ നിങ്ങൾ പിടിച്ചു നിർത്തണം. ലോകത്തിൻ്റെ ഖലീഫ പട്ടമണിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. നമുക്കിപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം കിട്ടിയ എന്തോ വൈറ്റ് ഹൗസിലൊരു പ്രസിഡൻറ്റിൻ്റെ പദവിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഭവിഷ്യത്ത് പിന്നീട് അറിയുള്ളൂ. അബ്ദുല്ലാഹിബ്ൻ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഗവർണറായിരുന്നു കൂഫയിൽ. അദ്ദേഹം മരിക്കാറായി കിടന്നപ്പം ശ്വാസം വലിക്കുക കിട്ടുന്നില്ല. അദ്ദേഹം ആകെ ഇടങ്ങേറാവുകയാണ്. കുട്ടികളൊക്കെ പോയിട്ട് ചോദിച്ചു, വാപ്പാ നിങ്ങളെല്ലാവരും മരിക്കാറായി കിടക്കുന്നവരുടെ അടുക്കലേക്ക് പോയിട്ട് എങ്ങനെയുണ്ട് മോനെ സക്കറാത്ത് ഹാൽ, എങ്ങനെയുണ്ട് മോനെ സക്കറാത്ത് ഹാലത്ത് നിങ്ങൾ അന്വേഷിക്കാറുണ്ടല്ലോ. നിങ്ങളിപ്പോൾ അന്ത ഫി ഹാലിൽ മൗത്ത്, നിങ്ങളിപ്പോൾ മരണത്തിൻ്റെ സമയത്താണല്ലോ, എങ്ങനെയുണ്ട് സക്കറാത്ത് ഹാൽ? അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല പറഞ്ഞു, മോനെ യാ ലൈതനി കുൻതു റാഇയ, ഞാൻ കൂഫയുടെയും ബസ്രയുടെയും ഗവർണർ സ്ഥാനം അലങ്കരിക്കാതെ കേവലം ഒരു ആട്ടിടയനായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഗതികേടുണ്ടാകുമായിരുന്നില്ല. വലിയ മുള്ളുകൊണ്ട് കെട്ടിവരിഞ്ഞ് എന്നെ വലിക്കുന്നത് പോലെ, ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ ശ്വാസം വിടുന്നത് പോലെ വല്ലാണ്ട് ഞാൻ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യാ ലൈതനി കുൻതു റാഇയ, അല്ലാഹ് എന്നെ നീ ഒരു ആട്ടിടയനാക്കിയാൽ മതിയായിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല നബി തങ്ങളുടെ അനുചരൻ, സന്തത സഹചാരി, സ്വഹാബി, നമുക്ക് ഒരിക്കലെങ്കിലും ചിന്തിക്കാൻ കഴിയോ അദ്ദേഹം കൈയിട്ട് വാരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയാണ് ചെയ്തത്? ഒരിക്കലെങ്കിലും പറയാൻ കഴിയുമോ? ഇല്ല. ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ആ ഒരു വേദന തൻ്റെ മക്കളോട് പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് അധികാരം എന്ന് പറയുന്നത് അമാനത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. ആ അമാനത്ത് നമ്മുടെ ഈ വാർഡിലുള്ള ജനങ്ങൾ ഒരാളുടെ മേൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഇതാ, ഞങ്ങൾ നിന്നെ ഏൽപ്പിച്ചു. നമ്മളുടെ എല്ലാവരോടും ചേർന്നൊരു MLA ഏൽപ്പിച്ചു, ഒരു MBA ഏൽപ്പിച്ചു. നമ്മുടെ ഇത്രയും പേരുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളാണ് നിർവഹിക്കേണ്ടത്. ഇത് അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അതിൻ്റെ അവകാശികൾക്ക് കൃത്യമായി മടക്കി കൊടുക്കുക എന്നുള്ളതാണ് അമാനത്ത്. വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അതിൽ ന്യൂനത വരുത്തിയാൽ നാളെ പരലോകത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കേണ്ടി വരുന്നത് ഇവരായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളുടെ മുന്നിൽ ഇവർ ലഭ്യരാകും, ജനങ്ങളുടെ മുന്നിൽ ഇവരെ നിന്ദ്യരാക്കും. ഇവരുടെ പിൻദ്വാരത്തിലൂടെ വലിയ കൊടി കുത്തിക്കയറ്റി അവരെ ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് പറയും, ഹാദിഹി ഗദ്റത്തു ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന വാർഡ് മെമ്പർ ഇന്നവനെ വഞ്ചിച്ചവനാണ്, ഇന്ന അധികാരത്തിലിരുന്ന് ഇന്നവനെ സഹായിച്ചവനാണ്, ആവശ്യത്തിന് അർഹതപ്പെട്ടവരെ സഹായിക്കാതെ കുടുംബക്കാർക്ക് സഹായം കൊടുത്തവനാണ്, അവൻ്റെ ഇഷ്ടപ്പെട്ടവർക്ക് സഹായം കൊടുത്തവനാണ്, അവൻ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലേക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോയവനാണ് എന്ന് ഒരു ബോർഡ് എഴുതി വെച്ച് മഹ്ശറ ഇവരെ ഹാജരാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മെമ്പറാവാൻ വലിയ ഇൻട്രസ്റ്റാണ്, പക്ഷെ കുത്ത് കിട്ടുമ്പോഴേ അറിയുള്ളൂ ആഖിറത്തിൽ ചെന്നിട്ട്. അതൊക്കെ വലിയ ഇൻട്രസ്റ്റ്. നമുക്കൊരു പേരും പ്രശസ്തിയും കിട്ടാൻ നല്ല സുഖമാണ്. അവിടുന്ന് ചാക്ക് വരിയും ഇങ്ങോട്ട് മാറ്റുക, ഇവിടുന്ന് കീസ് അങ്ങോട്ട് കൊണ്ടുപോവുക, ക്യാമറ ബാക്കി കൂടെ ക്യാമറയുടെ അല്ല അവിടെ കൊണ്ടുപോവുക. ഇതെല്ലാം നാളെ അള്ള പൊക്കും. അവിടെ ഇവിടുത്തെ ക്യാമറകളൊന്നും പതിയില്ല. ഊപ്പർ വല എന്നാൽ ആഖിറത്തിൽ ഇതെല്ലാം പൊക്കും. അതാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് അധികാരം അമാനത്തായത് കൊണ്ട് എന്ത് ചെയ്യണം? അധികാരം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കരുത്. നബി തങ്ങൾ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ, കരളിൻ്റെ കാതലായ ഫാത്തിമ, ഫാത്തിമ തുഖ്തഅതു മിന്നി, എൻ്റെ കരളിൻ്റെ കഷണമാണ് ഫാത്തിമ. വീട്ടിൽ ജോലിയെടുത്ത് കൈയെല്ലാം പൊട്ടി, കൊച്ചു ഇളം കൈകൾ എല്ലാം പൊട്ടി ഒലിക്കുന്നു. ഒരു ജോലിക്കാരനെ കിട്ടിയാൽ കൊള്ളാം. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ കുറേ അടിമകളെ കിട്ടുന്നത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് വന്ന് മോള് പറഞ്ഞു, പാ വല്ലാത്ത വേദനപ്പാ, ഒരടിമയെത്താവുപ്പാ, ഒരു സെർവൻറ്റിനെത്താവുപ്പാ. മോളെ ഇത് പൊതു ഖജനാവാണ്, ഇത് പൊതുമുതലാണ്, എൻ്റെ പൊന്നുമോള് ഇത് ഉപയോഗിക്കണ്ട, എൻ്റെ പൊന്നുമോക്ക് നല്ല ഒരു അടിമയെ ഞാൻ തരാം. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 പറഞ്ഞിട്ട് പൊന്നുമോള് പോയി ഉറങ്ങ്, അല്ലാഹു തആല നിന്നെ സഹായിക്കും. അധികാരം വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തിന് മേൽക്കോയ്മ കാണിച്ചില്ല. അധികാരത്തിൻ്റെ പേരിൽ നീതിക്ക് ഒരു തടസ്സവും റസൂൽ നിർത്തിയില്ല. മഖ്സൂം വംശജയായ പെണ്ണ് മോഷ്ടിച്ചപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഏറ്റവും അടുത്ത ആളാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത പ്രൈവറ്റ് സെക്രട്ടറി ഉസാമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു, എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് അതിൽ നിന്ന് ഒഴിവാക്കി തരുമോ പ്ലീസ് പറഞ്ഞു വിട്ടു. ഉസാമ റളിയല്ലാഹു തആലയോട് രോഷത്തോടെ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ അധികാരം നമ്മുടെ കുടുംബത്തിലുള്ളവരോ ഇവിടുത്തെ പ്രമുഖരെ പൗരപ്രമുഖരെയോ രക്ഷപ്പെടുത്താനുള്ളതല്ല. അഫി ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹി തശ്ഫഉ യാ ഉസാമ, നീ അള്ളാന്റെ വിധിവിലക്കുകളുടെ വിഷയത്തിലാണ് നീ എന്നോട് ചർച്ച ചെയ്യാൻ വരുന്നത്. വല്ലാഹി, അള്ളാഹുവാണ് സത്യം, എൻ്റെ മുത്തുമോള് പൊന്നുമോള് ഫാത്തിമ മോഷ്ടിച്ചാലും ഞാൻ ഇവിടെ അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം അവളുടെ കൈ ഞാൻ മുറിച്ചു മാറ്റും. എൻ്റെ മോളാണെന്നുള്ള ഒരു പരിഗണന എനിക്കില്ല. നീതി അതാണ് വേണ്ടത്, അതാണല്ലോ വേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അധികാരികൾ എന്ന് പറഞ്ഞാൽ, നേതാവ് എന്ന് പറഞ്ഞാൽ അക്രമിയെ കണ്ടാൽ തീജ്വാല പോലെ അവൻ്റെ മുന്നിൽ നിൽക്കണം, ദുർബലനെ കണ്ടാൽ ഒഴുകുന്ന നദി പോലെയായിരിക്കണം. ആര് പറഞ്ഞത്? ഇമാം ഖസാലി റളിയല്ലാഹു തആല. അക്രമിയെ കണ്ടാൽ തീജ്വാലയായിരിക്കണം, അവനെ പിറകിലൂടെ അവനെ സഹായിക്കുന്നവനായി മാറരുത്, അതല്ല വേണ്ടത്. ഇവിടെ ദുർബലരെ മുന്നിൽ നിർത്തിയിട്ട് അക്രമികളെ സഹായിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ അല്ലേ നമ്മളൊക്കെ പോകുന്നത്? ഇതൊന്നും അല്ലാഹുക്കും അല്ലാഹുവിന്റെ റസൂലിനും ഇഷ്ടമല്ല. അതുകൊണ്ടൊരു ഭരണകർത്താക്കൾ എന്ന് പറഞ്ഞാൽ ജനകീയനായിരിക്കണം, കൂട്ടത്തിൽ ഒരാളെ പോലെ. റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും യാത്ര ചെയ്ത് വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങി. അവിടെ ഇറങ്ങുമ്പോൾ ഒരാൾ ചോറ് വയ്ക്കാൻ, ഒരാൾ കറി ഉണ്ടാക്കാൻ, ഒരാൾ ആടിനെ അറക്കാൻ, ഒരാൾ വിറക് വയ്ക്കാൻ, ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെ മേലെ ഓരോ ഉത്തരവാദിത്തം. മറ്റപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഞാൻ വിറക് ശേഖരിച്ചുകൊണ്ട് വരാം. അല്ലാഹുവിന്റെ റസൂലേ വേണ്ട, ഞങ്ങളുടെ PM ആണ്, CM ആണ്, നിങ്ങൾ ഇവിടെ ഇരുന്നോണം, വേണ്ട. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ സംസ്കാരം അല്ല നമ്മുടെ സംസ്കാരം. ഞാൻ നിങ്ങളുടെ CM ആയാലും PM ആയാലും എനിക്കും നിങ്ങളോട് ഹക്കുണ്ട്, ഞാൻ വിറക് ശേഖരിക്കും, ബാക്കി നിങ്ങൾ അടുത്ത പരിപാടി ഏറ്റെടുത്തോളി. ജനകീയൻ, ജനങ്ങളിൽ ഒരുവൻ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കിസ്റ കൈസറിന്റെ അധിപൻ, വലിയ കൊട്ടാരത്തിന്റെ തലവൻ, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി മദീനയിലേക്ക് എത്തി. ഉമർ റളിയല്ലാഹു തആല അൻഹു രാജ്യത്തിന്റെ കിരീടാവകാശി, ഭരണാധികാരി. ഉമർ റളിയല്ലാഹു തആലനെ കാണാൻ വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ അനുചരന്മാരോട് ചോദിച്ചു, എവിടെ ഖലീഫ ഉമർ? ഒരാൾ പറഞ്ഞു, ദേ അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ചോട്ടിൽ അദ്ദേഹം ഉറങ്ങാണ്. രാജ്യത്തിന്റെ ഭരണാധികാരി. നമ്മളിപ്പോൾ മുഖ്യമന്ത്രിയെ തിരക്കി, BM-നെ തിരക്കി നമ്മൾ പോകുമ്പോൾ എന്തെന്ന് വെച്ചാൽ അവിടുത്തെ ഒലീവ് മരത്തിൻ്റെ ചോട്ടി അദ്ദേഹം വിശ്രമിക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? നോക്കുമ്പോൾ അദ്ദേഹം പോയി നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ഉണങ്ങിയ ചാക്കിനകത്ത് ചാക്കും മൂടിയിട്ട് ഇങ്ങനെ ഒരാൾ കിടന്നുറങ്ങുന്നു. അമീറുൽ മുഅ്മിനീൻ കിസ്റ കൈസറിൻ്റെ നേതാവായിട്ട് ഞാൻ വന്നതാണ്. അൻത ഹക്കംത ഫഅദൽത ഫനിംത, നിങ്ങൾ നീതിമാനായ ഭരണാധികാരി ആയതുകൊണ്ട്, ജനങ്ങൾക്കിടയിൽ നീതിപൂർവം പ്രവർത്തിച്ചത് കൊണ്ട് സ്വസ്ഥമായി നിങ്ങൾ ഉറങ്ങുന്നു, ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? CM-ന് ഉറങ്ങാൻ പറ്റുമോ? PM-ന് ഉറങ്ങാൻ പറ്റുമോ? സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുമോ? ചായ കുടിക്കാൻ പറ്റുമോ? എത്ര പേര് ടെസ്റ്റ് ചെയ്തിട്ടാണ് വെള്ളം കുടിക്കാൻ? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല നീതിമാനായിരുന്നു. നീതിയാണ്. അദ്ദേഹത്തിൻ്റെ കാലയളവിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു യാചകനെ കണ്ടു, വൃദ്ധനായ യാചകൻ തെണ്ടുന്നു. വിളിച്ചു, വായുടെ എന്താത്? എനിക്ക് ചുങ്കം അടയ്ക്കാൻ, എനിക്ക് ടാക്സ് അടയ്ക്കാൻ പൈസ ഇല്ല, ഞാൻ അതുകൊണ്ട് തെണ്ടുകയാണെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ആ നിയമം ആ സെക്കൻഡിലെടുത്ത് മാറ്റി. ഇവിടുത്തെ വൃദ്ധന്മാരും വൃദ്ധകളും ഇവിടെ ഉമറിൻ്റെ കാലഘട്ടത്തിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, നോൺ ടാക്സേഷൻ മൂവ്മെൻറ്റ് ഉമർ റളിയല്ലാഹു തആല ഉടനെ പാസ്സാക്കി. ആരും അങ്ങനെ ടാക്സ് അടയ്ക്കണ്ട, അതിനുവേണ്ടി നീ തെണ്ടാൻ പാടില്ല, അതിനുവേണ്ടി നീ യാചിക്കാൻ പാടില്ല. ഇവിടെയൊക്കെ നമ്മുടെ സഹോദരങ്ങൾ, പാവപ്പെട്ട രോഗികൾ മെഡിക്കൽ കോളേജിൻ്റെ ക്യൂവിൽ പോയി നിന്നിട്ട് നിങ്ങൾക്കൊരു മെമ്പറിൻ്റെ ഒപ്പ് വേണമെന്ന് പറഞ്ഞ് പോയാൽ എത്ര പ്രാവശ്യം പോകണം? പിന്നെ ശരിയാക്കി തരാം, നീ നാളെ വാ, മറ്റന്നാളെ വാ. സാറ് 2-3 പ്രാവശ്യം ഇപ്പോൾ എനിക്ക് എത്ര പേരെ നോക്കണം, നമ്മുടെ ഈ വാർഡിൽ എത്ര പേരുണ്ട്, പിന്നെ വാ. ഓർമ്മ വരുന്നു, 37ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഹെൻറി, അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, ഗുണമുള്ള രാഷ്ട്രീയക്കാരനാരാ ഗുണമില്ലാത്ത രാഷ്ട്രീയക്കാരനാണെന്ന് പരിചയപ്പെടുത്തി തരാം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ സമീപിച്ച് നിങ്ങൾ പോയിട്ട് എൻ്റെ കാര്യം ഒന്ന് സഹായിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ അവൻ നല്ലവൻ. നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നീ അവനെ പ്രതീക്ഷിക്കണ്ട. പറ്റൂല എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട രാഷ്ട്രീയക്കാരൻ. ഹെൻറി പറഞ്ഞതാണ്.
അവന് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ ക്വാളിറ്റി ഉള്ളവൻ. ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നീ ശരിയാക്കി തന്നില്ല ആള് ഖൗലും മഅറൂഫുൻ ഖൈറും മിൻ സദഖ. അവനൊരു നല്ല വാക്ക് പറഞ്ഞല്ലോ, അൽഹംദുലില്ലാ, നല്ല വാക്ക് പറഞ്ഞല്ലോ. നമ്മളെല്ലാം പോക്ക് വരവ് ചെയ്യാൻ പോകുന്ന പോലെ പോക്ക് വരവ് പോക്ക് വരവ് പോക്ക് വരവ്, അതിൻ്റെ പേര് അങ്ങനെ തന്നെയാണ്. പോവുക വരിക പോവുക വരിക. ഈ അടുത്ത സമയത്ത് ഇത് നടക്കൂല, അതിൻ്റെ കറക്റ്റാ പേരാണ് അവരിട്ടിരിക്കുന്നത്, അങ്ങനെ തന്നെയാണ്. എന്നതുപോലെയാണ് കാര്യങ്ങൾ നടത്തിത്തരാൻ താല്പര്യമുള്ളവർ, നടത്തിത്തരാൻ ആഗ്രഹമുള്ളവർ, അവരാണ് യഥാർത്ഥ രാഷ്ട്രീയം. അവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ക്ഷീണിച്ച് വന്ന അവസ്ഥയിൽ, ഭയങ്കര ക്ഷീണം, ഒരു സമരം കഴിഞ്ഞ് വരികയാണ്, വിശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കാൻ പോവാണ്. ഉടനെ ഒരു അടിമപ്പെണ്ണോടി വന്നു, മുഹമ്മദ് നില്ല്, എനിക്കൊരാവശ്യമുണ്ട്. പറ. ഇവിടുന്ന് പറയാൻ പറ്റില്ല, ഇങ്ങോട്ട് വരണം, ഓടാരുമില്ലാത്ത സ്ഥലത്ത്. നമ്മളായിരുന്നെങ്കിലോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇജ്ലിസി ഫി അയ്യി തരീഖിൻ മിൻ തുറഖിൽ മദീന അജ്ലിസു അലൈക്കി. നീ വാ, നീ എവിടെ പോയിരി, ഞാൻ അവിടെ വന്ന് നിന്നോടൊപ്പം ഇരുന്ന് നിൻ്റെ കാര്യം ഞാൻ സാധിച്ചു തരാം. ഉടനെ അപ്പോഴേ എഴുതി മേടിച്ചിട്ട് അവിടെ വെച്ചിട്ട് BA ഏൽപ്പിച്ചിട്ട് അലമാരി കൊണ്ടുവച്ചിട്ടാണ് 40-ാം വാദ്യം കഴിഞ്ഞല്ല എടുക്കേണ്ടത്. അപ്പോഴന്ന് സാധിച്ചു കൊടുക്കുന്ന സംസ്കാരം, രാഷ്ട്രീയം, അതാണ് ഇസ്ലാമിക രാഷ്ട്രീയം. അതാണ് നമുക്ക് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പറഞ്ഞത്, നമ്മളെ കേൾക്കാൻ തയ്യാറാക്കണം. ഒരു മെമ്പറായാലും MLA ആയാലും നമ്മളെ കേൾക്കാം, ഞങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്ക്. ഉമർ റളിയല്ലാഹു തആല ഖുത്ബ ഓതാൻ കയറിയപ്പം എല്ലാവർക്കും ഓഹരി ചെയ്ത് കൊടുത്തത് ഒരു തുണി കമ്മീസ്, ഇയാൾക്ക് 2 കമ്മീസ്. എഴുന്നിട്ട് ചോദിച്ചു, ഏയ് മുതലാളി, നിങ്ങൾക്കെന്താ 2 കമ്മീസ്? രാജ്യ ഭരണാധികാരിയെ തല കാണത്തില്ല, 2 കമ്മീസ്. ചോദ്യം അവിടെ ഉണ്ടായി. ചോദിച്ചൂടാന്ന് പേടിക്കുന്നതിന് ചോദിച്ചൂടെ? നിയമമാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം. അതൊന്നെൻ്റെ മോൻ്റെതാണ്. പ്രശ്നം തീർന്ന അവിടെ പരിഹാരം കഴിഞ്ഞു. പക്ഷെ എന്നാൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ചോദിക്കാൻ ഒരവസരമുണ്ടാകണം, അത് കേൾക്കാൻ നേതാക്കന്മാരും തയ്യാറാകണം. സമയമില്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. അവിടെ ഇല്ലെങ്കിൽ ജനങ്ങൾ പിടിച്ചിരുത്തണം. അതാണ് അതിൻ്റെ നിയമം. ശരീഅത്ത് അങ്ങനെയാണ്. പരിശുദ്ധമായ ഇസ്ലാമിക നിയമങ്ങളും തത്വങ്ങളും അങ്ങനെയായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത് അങ്ങനെയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ധാരാളമുണ്ട് സംഭവങ്ങൾ, പറഞ്ഞു തീർക്കാൻ ഒന്നും പറ്റൂല. നമുക്ക് ഇനി അടുത്ത ആഴ്ച ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ ഇനി ജയിച്ചിട്ട് ഇനി അവരെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. അത് ഇന്നാണ് പറയേണ്ടത്. ഓരോന്നിനും പറയേണ്ടതിന് ഓരോ സമയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവസാനം നമ്മൾ എവിടെ ചെന്നെത്തും? നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും കുറവ് വന്നാൽ ഒന്ന് പരീക്ഷിച്ച് വീണ്ടും നമുക്ക് രണ്ടാമത് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമുണ്ട്. പക്ഷെ ആഖിറത്തിലെത്തിയിട്ട് നമ്മൾ വോട്ടിൽ തോറ്റുപോയാൽ തിരിച്ച് മടങ്ങി വന്ന് രക്ഷപ്പെടാൻ നമുക്കൊരു വഴിയില്ല. അതുകൊണ്ട് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനി യുഗ്നി. നാളെ ഒരു ദിവസം എല്ലാവർക്കും ഉണ്ടാവും. യൗമ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി. അല്ലാഹ് ഒന്ന് രക്ഷപ്പെടുത്തിയതിൽ നിന്ന്. വഅമ്മാ മൻ സഖുലത മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ വഅമ്മാ മൻ ഖഫ്ഫത മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. അവൻ്റെ തുലാസിൽ നന്മയുടെ ഭാരമാണെങ്കിൽ അവൻ വിജയിച്ചു, തുലാസിൽ തിന്മയാണെങ്കിൽ അവൻ പരാജയപ്പെട്ടു. വലാ യുസ്അലു ഹമീമുൻ ഹമീമ. അവിടെ ഒന്നും ചോദിക്കാൻ ഒരാളുണ്ടാവുകയില്ല. നാളെ വിളിച്ചു പറയപ്പെടും, അലാ, അവസാനമായി മുഴുവൻ രാഷ്ട്രീയക്കാരടക്കമുള്ള നേതാക്കന്മാരടക്കമുള്ളവർ എവിടെ ഭരിച്ചാലും ഏത് ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ നിന്നാലും അള്ളാന്റെ ദർബാറിൽ നിന്ന് അവസാനത്തെ ഒരു വിളിയുണ്ട്, അലാ സഇദ ഫുലാൻ ഇബ്നു ഫുലാൻ. വിജയിച്ച ഇന്നാരുടെ മകൻ ഇന്നാർ നേരെ സ്വർഗത്തിലേക്ക് കയറ്. അലാ ഖസിറ ഫുലാൻ ഇബ്നു ഫുലാൻ. രാജ്യം ഭരിച്ചിട്ട് ജനങ്ങളുടെ ശാപമേറ്റുവാങ്ങി, ഭരണീയരുടെ ശാപമേറ്റുവാങ്ങി അവരെ അവതാളത്തിൽ എത്തിച്ച ദുർഭരണകർത്താക്കൾക്കെതിരെ മലക്കുകളുടെ വിളി, നേരെ കത്തിജ്വലിക്കുന്ന നരകകുണ്ടാരത്തിലേക്ക് പോക്. എക്കാലവും നിങ്ങളുടെ താവളം അവിടെയാണ്. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ ഭയപ്പെട്ട് സന്തോഷത്തോടു കൂടി നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ആഹ്ലാദിക്കലും ആസ്വദിക്കലും ഇനിയുള്ള ദിവസങ്ങൾ നിയമം കൈയാളനും ഒക്കെ എല്ലാവരും പരിശ്രമിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പറഞ്ഞതും കേട്ടതും എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും സ്വാലിഹായ ഒരമലായി നസിഹത്തായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ